وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിധികർത്താക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സാമൂഹ്യ തിന്മകൾ, വിദ്യാർത്ഥി പ്രതിരോധം എങ്ങനെ സാധ്യമാക്കാം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഖത്തർ നാഷണൽ സാഹിത്യോത്സവ് 15th എഡിഷൻ ഈ വേദിയിൽ നിങ്ങളുമായി സംവദിക്കാൻ അവസരം നൽകിയ അല്ലാഹുവിനെ ഞാൻ ആദ്യം സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പുറത്ത് കാണുന്ന ശത്രുക്കളല്ല, മറിച്ച് അകത്ത് പതിഞ്ഞിരിക്കുന്ന തിന്മകളാണ്. ലഹരി, അശ്ലീലത, അക്രമം, മൂല്യബോധ നഷ്ടം, തെറ്റായ ഡിജിറ്റൽ സംസ്കാരം ഇവയൊക്കെയും ആനുകാലിക സംഭവങ്ങളായി മാറിയിരിക്കുന്നു. ഇസ്ലാം സമൂഹത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തവും ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. ഖുർആനിൽ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, വൽതകും മിൻകും ഉമ്മത്തൻ യദൂന ഇലൽ ഖൈരി വയഅമുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നന്മയിലേക്ക് വിളിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മ നമ്മുടെ സമൂഹത്തിൽ വേണം എന്നാണ് ഈ ആയത്തിന്റെ സന്ദേശം. ഇന്നത്തെ സാഹചര്യത്തിൽ മുൻനിരയിൽ നിൽക്കേണ്ടത് ബോധമുള്ള വിദ്യാർത്ഥികളാണ്. കാരണം അവരാണ് നമ്മുടെ ഭാവി നിർണയിക്കുന്നത്. ലഹരിയുടെ മുൻനിരയിൽ നിൽക്കുന്ന, ലഹരിയുടെ പിടിയിലാകുന്ന, ലഹരിക്കെതിരായ മുന്നറിയിപ്പുകൾ വർദ്ധിക്കുമ്പോഴും ലഹരിയുടെ പിടിയിലാകുന്ന പ്രായം, ദിനം ഇവയൊക്കെയും കുറയുകയാണ്. സോഷ്യൽ മീഡിയ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അശ്ലീലതയും അസഹിഷ്ണുതയും സാധാരണമാകുന്നു. മലയാള സാഹിത്യകാരൻ OV വിജയൻ പറഞ്ഞതുപോലെ, അഗ്നി കത്തുന്നത് പുറത്ത് കാണുമ്പോഴല്ല, ഉള്ളിൽ ചാരം കിടക്കുമ്പോഴാണ് അപകടം. സമൂഹത്തിന്റെ ഈ ഉള്ളിലെ ചാരത്തെ അണയിക്കുന്ന ശക്തിയാണ് വിദ്യാർത്ഥി പ്രതിരോധം. ഈ പ്രതിരോധം സ്വന്തം ജീവിതത്തിൽ നിന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു. തിന്മ കണ്ടാൽ അത് മാറ്റാൻ ശ്രമിക്കണം എന്നാണ് ഈ ഹദീസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മൗനം ഒരു പ്രതിഹാരമല്ല എന്ന സത്യമാണ്. നിശബ്ദരായ നല്ല മനുഷ്യരാണ് ഏറ്റവും വലിയ കൂട്ടാളികൾ. അതുകൊണ്ട് തന്നെ ഇതെന്റെ പ്രശ്നമല്ല എന്ന വാക്ക് മാറ്റി ഇതെന്റെ ഉത്തരവാദിത്യമാണ് എന്ന ചിന്ത വിദ്യാർത്ഥികളിൽ വളരണം. ഒരു തെറ്റായ വഴിയിലേക്ക് പോകുന്ന സുഹൃത്തിനെ കൈപിടിച്ച് തിരിച്ചു കൊണ്ടുവരണം. ഒരു തെറ്റായ പ്രവണത കണ്ടാൽ മൗനം പാലിക്കാതിരിക്കുക. ഇതാണ് യഥാർത്ഥ സാമൂഹ്യ പ്രതിരോധം. അല്ലാഹു തആല നമ്മെ സാമൂഹ്യ തിന്മകൾക്കെതിരായ ബോധമുള്ള, ധൈര്യമുള്ള, ഉത്തരവാദിത്തമുള്ള വിദ്യാർത്ഥികളാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ ഇവിടെ സമാപിക്കുന്നു. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.